ഹലോ, ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആൻറ്റിബോഡി ടെസ്റ്റും കണക്കിൻ്റെ കളിയും എന്നൊരു വിഷയമാണ്. ആൻറ്റിബോഡി ടെസ്റ്റിനെ കുറിച്ചും PCR ടെസ്റ്റിനെ കുറിച്ചും ആൻറ്റിജൻ ടെസ്റ്റിനെ കുറിച്ചും ഒക്കെ മാധ്യമങ്ങളിൽ ഇപ്പോൾ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഏത് ടെസ്റ്റാണ് കൂടുതൽ സഹായകരം, ഏത് ടെസ്റ്റാണ് ഉചിതം എന്ന ചർച്ചയൊക്കെ നടക്കുന്നു. ഇപ്പോൾ അതിൻ്റെ സാങ്കേതിക വിശദാംശങ്ങളിലേക്കല്ല പോകാൻ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ആൻറ്റിബോഡി ടെസ്റ്റിൽ കണക്കിൻ്റെ ഒരു പ്രയോഗം എങ്ങനെയാണ് വരുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രയോഗം എങ്ങനെയാണ് വരുന്നത് എന്ന് പരിശോധിക്കുകയാണ് ഈ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻറ്റിബോഡി ടെസ്റ്റിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചെറുതായി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കണക്കിൻ്റെ കളിയിലേക്ക് കടക്കാം, സ്റ്റാറ്റിസ്റ്റിക്സ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നതിലേക്ക് കടക്കാം. ആൻറ്റിബോഡി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കോവിഡ് തന്നെ എടുക്കാം. രക്തത്തിലെ സിറത്തില് ഈ രോഗാണുവിനെതിരെ, ഏതാണോ രോഗാണുബാധയുള്ള ആ രോഗാണുവിനെതിരെ അല്ലെങ്കിൽ രോഗാണുവിൻ്റെ വിഷകരമായ പ്രോട്ടീനുകൾക്കെതിരെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ വ്യൂഹം ഉൽപ്പാദിപ്പിക്കുന്ന ആർജിത പ്രതിരോധം എന്ന് പറയും, പ്രതിരോധ വ്യൂഹം ഉൽപ്പാദിപ്പിക്കുന്ന ആ അണുവിനെതിരെ പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളുണ്ട്, ആൻറ്റിബോഡീസ്. രണ്ട് തരത്തിലുള്ള ആൻറ്റിബോഡി ഉണ്ട്. ആ സാങ്കേതിക വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഈ ആൻറ്റിബോഡിയുടെ സാന്നിധ്യം പരിശോധിക്കുന്ന പരിശോധനയാണ് ആൻറ്റിബോഡി ടെസ്റ്റ് എന്ന് പറയുന്നത്. എലീസ ടെസ്റ്റ് എന്നൊക്കെ പറയും. ആ സാങ്കേതികത അവിടെ നിൽക്കട്ടെ. അതിൻ്റെ ഒരു ശാസ്ത്രീയ തത്വം മാത്രം പറഞ്ഞിട്ട് നമുക്ക് കണക്കിൻ്റെ കളിയിലേക്ക് കടക്കാം. അതായത് നമ്മൾ ഇതിൻ്റെ ആൻറ്റിബോഡി ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. അപ്പോൾ അതിനുപയോഗിക്കുന്നത് നമ്മുടെ വൈറസിൻ്റെ ഏതാണോ നമ്മുടെ ആൻറ്റിജൻ അതിൻ്റെ പ്രോട്ടീനുകൾ തന്നെയാണ്, പ്രോട്ടീൻ്റെ ഖണ്ഡങ്ങൾ തന്നെയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന ആൻറ്റിബോഡി ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. സിറം എടുത്ത് അപ്പോൾ നമ്മൾ എടുക്കുന്ന വൈറസിൻ്റെ പ്രോട്ടീൻ ഖണ്ഡങ്ങളോട് മാച്ച് ചെയ്യുന്ന ആൻറ്റിബോഡി ഉണ്ടോ എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ പോസിറ്റീവ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഒരു ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ സാങ്കേതിക വിശദാംശങ്ങൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ രക്തം എടുത്തിട്ട് പരിശോധിക്കാം. വലിയ സന്നാഹങ്ങൾ അതിനാവശ്യമില്ല. സിറം എടുക്കാൻ വലിയ സന്നാഹങ്ങളൊക്കെ വേണം. പിന്നെ ഈ പരിശോധനയും താരതമ്യേന ലളിതമാണ്. തന്നെയുമല്ല, ഈ പരിശോധകൻ്റെ ഇത് ചെയ്യുന്ന പരിശോധന നടത്തുന്ന ആളിൻ്റെ എക്സ്പെർട്ടൈസ് വളരെയധികമൊന്നും വേണ്ട. അതേസമയം നമ്മുടെ PCR ടെസ്റ്റ് ചെയ്യുന്നതിൽ അതിൻ്റെ പരിശോധനാ ഫലത്തിൻ്റെ സാധുത അതിൽ പരിശീലിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആ പരിശോധകൻ എന്നുള്ളതും പ്രധാനമാണ്. നല്ല പരിശീലനം നേടിയിട്ടുണ്ടോ എന്നതും പ്രധാനമാണ്. അയാളുടെ എക്സ്പെർട്ടൈസ് അവിടെ പ്രധാനമാണ്. ഇവിടെ എക്സ്പെർട്ടൈസ് തീരെ വേണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. താരതമ്യേന കുറഞ്ഞ പരിശീലനത്തിൽ സാധാരണ ലബോറട്ടറികളിൽ ചെയ്യാവുന്നതാണ്. പിന്നീട് ഇത് അപകടവും കുറവാണ്. കാരണം ഈ സിറത്തിലെ വൈറസിൻ്റെ സാന്നിധ്യമല്ല നമ്മൾ അന്വേഷിക്കുന്ന, വൈറസ് ആൻറ്റിജൻ്റെ സാന്നിധ്യമോ അല്ല, ആൻറ്റിബോഡിയുടെ സാന്നിധ്യമാണ്. വൈറസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൈകാര്യം ചെയ്യാനും എളുപ്പമാണ്. നമ്മൾ സ്രവം പരിശോധന പോലെയല്ല. അതൊക്കെയാണ് ഇതിൻ്റെ മെച്ചങ്ങൾ. ഇനി ഇതിൽ എങ്ങനെയാണ് കണക്കിൻ്റെ കളി വരുന്നതെന്ന് നോക്കാം. ഇവിടെ ഈ ടെസ്റ്റ് 100% നമുക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ രോഗമുള്ള, രോഗാണുബാധയുള്ള എല്ലാവരെയും ഇത് പോസിറ്റീവായി പറയണം. രോഗാണുബാധ ഇല്ലാത്ത ആരെയും പോസിറ്റീവായി പറയരുത്, അല്ലെങ്കിൽ നെഗറ്റീവായി ഈ ടെസ്റ്റിൽ നിന്ന് ഉത്തരം കിട്ടണം. പക്ഷെ അതത്ര ലളിതമല്ല. കാരണം എന്താ വെച്ചാൽ രോഗാണുബാധയ്ക്ക് ശേഷവും ശരീരത്തിൽ ആൻറ്റിബോഡി അവശേഷിക്കാം. അപ്പോൾ എന്തുണ്ടാകാം? ടെസ്റ്റ് പോസിറ്റീവായിട്ട് വന്നാൽ രോഗം വന്ന് പോയിട്ടുണ്ടാകാം ഒരു പക്ഷേ. പിന്നെ ഒരു കാര്യമുണ്ട്, രോഗാണുബാധ തുടങ്ങി ആദ്യ ദിനങ്ങളിൽ ഈ ആൻറ്റിബോഡി അവിടെ ഉണ്ടാവില്ല. അപ്പോൾ രോഗാണുബാധ തുടങ്ങി ആദ്യ ദിനങ്ങളാണെങ്കിൽ അയാൾക്ക് പോസിറ്റീവായിട്ട് ടെസ്റ്റ് കിട്ടില്ല. യഥാർത്ഥത്തിൽ അയാൾക്ക് രോഗാണുബാധ തുടങ്ങിയിട്ടുണ്ടാകാം, പിന്നീടാകാം രോഗലക്ഷണങ്ങളും ഈ ആൻറ്റിബോഡിയും ഒക്കെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഇതിൽ. പിന്നെ ഒരു പ്രധാനപ്പെട്ട സാങ്കേതിക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ആൻറ്റിബോഡിയുടെ സാന്നിധ്യമാണ് അന്വേഷിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് വൈറസിൻ്റെ പ്രോട്ടീനുകൾ തന്നെയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ പ്രോട്ടീനിൽ എന്ന് പറയുന്നത് അമിനോ അമ്ലങ്ങളുടെ സീക്വൻസ് ആണ്. ഇതിന് സാമ്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ മറ്റേതെങ്കിലും വൈറസ് ബാധ, ഇപ്പോൾ നമ്മുടെ COVID-19 വൈറസ്, നോവൽ കൊറോണ വൈറസ് അല്ലെങ്കിൽ SARS-CoV-2 എന്നൊക്കെ പറയും, മറ്റ് കൊറോണ വൈറസുകളുണ്ട്. വെറും ജലദോഷത്തിന് കാരണമാകുന്ന മറ്റ് കൊറോണ വൈറസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബാധ ഉണ്ടായെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വൈറസിൻ്റെ ബാധ ഉണ്ടായ എന്നിരിക്കട്ടെ, അത് വന്നു പോയിട്ടും ഉണ്ടാകാം.
അതിൻ്റെ ആൻറ്റിബോഡി ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ എന്ത് വരാം? ഒരു മിസ്മാച്ച്, ഒരു ക്രോസ് ഐഡൻറ്റിഫിക്കേഷൻ എന്നൊക്കെ പറയാം. ചിലപ്പോൾ ഈ ആൻറ്റിബോഡിയെ നമ്മുടെ പരിശോധനയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് നമ്മൾ ഇതായിട്ട് പോസിറ്റീവായിട്ട് റിസൾട്ട് തരാം. അപ്പോൾ ഫോൾസായിട്ട് യഥാർത്ഥത്തിൽ രോഗാണുബാധ ഇല്ലാത്തയാളെ പോസിറ്റീവ് എന്ന് പറയാൻ ചെറിയൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ സിറത്തിൻ്റെ സാമ്പിളിങ്ങിലും ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്ത് ചെയ്യാം? ആൻറ്റിബോഡി കണ്ടുപിടിക്കപ്പെടാതെ പോകുകയും ചെയ്യാം. അതുകൊണ്ട് അപ്പോൾ എന്തുണ്ടാകാം? യഥാർത്ഥത്തിൽ പോസിറ്റീവായ ചില കേസുകൾ മിസ് ചെയ്തു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടും പരിമിതപ്പെടുത്തണം. ആദ്യം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ICMR ആൻറ്റിബോഡി ടെസ്റ്റിനായിട്ടൊക്കെ താല്പര്യപ്പെടുകയും കിറ്റുകൾ എത്തിക്കുകയൊക്കെ ചെയ്തു ഗവൺമെൻറ്. പക്ഷേ ആ കിറ്റുകൾ ഉപയോഗിക്കേണ്ട എന്ന് ICMR തന്നെ പിന്നീട് പറഞ്ഞു. കാരണം അതിൻ്റെ സാധുത അത്രയധികമൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് കാരണം. ഇവിടെ രണ്ട് ടെക്നിക്കൽ ടേംസ് ഉപയോഗിക്കും. ഒന്ന് സെൻസിറ്റിവിറ്റി ഓഫ് എ ടെസ്റ്റ്, ഒരു ടെസ്റ്റിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പോസിറ്റീവായിട്ടുള്ള, യഥാർത്ഥത്തിൽ രോഗാണുബാധയുള്ള കേസുകളിൽ എത്ര എണ്ണം പോസിറ്റീവായി ഈ ടെസ്റ്റ് റിസൾട്ട് തരും എന്നതാണ്. അപ്പം 100 പേർക്ക് പോസിറ്റീവാണ്, 100 പേരുടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ 98 പേരെ പോസിറ്റീവായിട്ട് ചെയ്യുന്നു, 2 എണ്ണം തെറ്റിപ്പോകുന്നെങ്കിൽ അതിൻ്റെ സെൻസിറ്റിവിറ്റി 98% ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒന്നാണ് സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പരിശോധിക്കുന്ന കൂട്ടത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള രോഗാണുബാധയില്ലാത്ത വ്യക്തികളുണ്ട്, അവരിൽ നിന്നെടുക്കുന്ന സാമ്പിളുകളുണ്ട്. ആ പരിശോധനയിൽ എന്തുണ്ടാകാം? ചിലതൊക്കെ തെറ്റിദ്ധരിച്ച് പോസിറ്റീവ് എന്ന് പറയാം. അപ്പോൾ അവിടെ എത്ര ശതമാനത്തിന് ശരിയായി നെഗറ്റീവ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, യഥാർത്ഥത്തിൽ നെഗറ്റീവായിട്ടുള്ളവരിൽ എത്ര ശതമാനത്തെ നെഗറ്റീവായി ടെസ്റ്റും പറയുന്നു, അതിനെയാണ് സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 100 പേര് നെഗറ്റീവ് ഉണ്ട് നമ്മുടെ സാമ്പിളിൽ എന്ന് കരുതുക, നമ്മൾ എടുക്കുന്ന ഗ്രൂപ്പിൽ നിന്ന് കരുതുക. അതിൽ 98% പേരെ നെഗറ്റീവായിട്ട് ടെസ്റ്റിൽ തരുന്നു, 2% പേരെ തെറ്റിദ്ധരിച്ച് പോസിറ്റീവ് എന്ന് പറയുന്നു എന്ന് കരുതുക. അപ്പോൾ സ്പെസിഫിസിറ്റി 98 ആണെന്ന് പറയുന്നു. തുടക്കത്തിൽ ഈ ആൻറ്റിബോഡി ടെസ്റ്റ് ഇതിനു വേണ്ടി ഡെവലപ്പ് ചെയ്തപ്പോൾ, കോവിഡിന് വേണ്ടി ഡെവലപ്പ് ചെയ്തപ്പോൾ ആദ്യമൊക്കെ ആൻറ്റിബോഡി ടെസ്റ്റ് തള്ളിക്കളയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സെൻസിറ്റിവിറ്റി 50-60 ആയിരുന്നു, സ്പെസിഫിസിറ്റിയും വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് ആ ടെസ്റ്റ് പ്രയോജനകരമല്ല എന്ന് കണ്ട് തള്ളിക്കളഞ്ഞത്. പിന്നീട് എന്ത് ചെയ്തു? ഇത് പലയിടത്തും ഇതിൻ്റെ കിറ്റുകൾ വികസിപ്പിച്ചു, വർദ്ധിപ്പിച്ചു, സെൻസിറ്റിവിറ്റിയും വർദ്ധിപ്പിച്ചു, സ്പെസിഫിസിറ്റിയും വർദ്ധിച്ചു. ഇപ്പോൾ സ്റ്റാൻഡേർഡായി കിട്ടുന്ന പലയിടത്തും 95 സ്പെസിഫിസിറ്റിയും സെൻസിറ്റിവിറ്റിയും. അതിനോടടുത്താണ്. ചില കിറ്റുകൾക്കൊക്കെ അതിനേക്കാൾ അധികം വരുന്നുണ്ട്. 98 രണ്ടും 98 അവകാശപ്പെടുന്നതുണ്ട്. ചിലത് 95 സെൻസിറ്റിവിറ്റിയും 98 സ്പെസിഫിസിറ്റി അവകാശപ്പെടുന്നതുണ്ട്. പിന്നെ 99% സ്പെസിഫിസിറ്റി അവകാശപ്പെടുന്നതുണ്ട്. 99.9% സ്പെസിഫിസിറ്റി അവകാശപ്പെടുന്ന ഒരു കിറ്റ് അമേരിക്കയിൽ ഡെവലപ്പ് ചെയ്തു, അമേരിക്കയിൽ ഇറക്കിയ ഒരു കിറ്റിലുണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇതെത്തി, ഇത് പരിശോധന നടക്കുന്നു. അത് പലതും 98 ക്ലെയിം ചെയ്യുന്നുണ്ട്, 95 ക്ലെയിം ചെയ്യുന്ന കിറ്റൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഉപയോഗിക്കുന്നത് 98-ൻ്റെതാണ് കേരളത്തിൽ ഉപയോഗിക്കുന്നതെന്നാണ് മനസ്സിലാക്കിയത്. രണ്ടും 98 ഉണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ഇതുകൊണ്ട് ഒരു സാമ്പിൾ പരിശോധിക്കുമ്പോൾ, ഒരു കൂട്ടത്തെ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് റിസൾട്ട് വരുന്നത്, അതിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കണം എന്ന് ഒന്ന് പരിശോധിക്കാം. ഈ ആൻറ്റിബോഡി ടെസ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് 10,000 പേരെ പരിശോധിക്കുന്നു എന്ന് കരുതുക ഈ കിറ്റ് ഉപയോഗിച്ചിട്ട്. അവിടെ സ്പെസിഫിസിറ്റിയും സെൻസിറ്റിവിറ്റിയും 95% ആണെന്ന് വിചാരിച്ചോളൂ. സ്റ്റാൻഡേർഡായിട്ട് ഇപ്പോൾ കിട്ടുന്നത് പലതും 95 അതുകൊണ്ട് 95 വിചാരിച്ചോളൂ. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് നമ്പറുകൾ എങ്ങനെ വരുന്നു എന്ന് നോക്കാം. 10,000 പേരുള്ള ഒരു ഗ്രൂപ്പിനെയാണ് പരിശോധിക്കുന്നതെന്ന് കരുതുക. ഈ ഗ്രൂപ്പിൽ 20% പേര് രോഗാണുബാധയുള്ളവരാണെന്ന് കരുതുക. തൽക്കാലത്തേക്ക് അങ്ങനെ വിചാരിക്കുക. അങ്ങനെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 10,000-ൽ 8,000 പേർക്ക് രോഗാണുബാധ ഇല്ല, 2,000 പേർക്ക് രോഗാണുബാധ ഉണ്ട് എന്നാണ് അർത്ഥം. ഈ 8,000 പേരെ പരിശോധിക്കുമ്പോൾ എല്ലാവരും നെഗറ്റീവായിട്ട് കിട്ടേണ്ടതാണ്, പക്ഷേ കിട്ടില്ല. കുറച്ച് പേരെ പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്യും, 5% പേരെ പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ 8,000-ൻ്റെ 5% 400 പേരാണ്. അപ്പോൾ 400 പേരെ തെറ്റായിട്ട് പോസിറ്റീവ് എന്ന്, രോഗമില്ലാത്തവരെ പോസിറ്റീവ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യും.
7600 പേരെ ശരിയായി നെഗറ്റീവ് എന്ന്, അതിന് ട്രൂ നെഗറ്റീവ് എന്നും ഈ 400 പേർക്ക് നമുക്ക് ഫോൾസ് പോസിറ്റീവ് എന്നും പറയാം. അങ്ങനെയാണ് സാങ്കേതികമായി അത് പറയുന്നത്. ഇനി നമുക്ക് യഥാർത്ഥത്തിൽ രോഗാണുബാധയുള്ള 2000 പേരിലേക്ക് വരാം. അവിടെയും 5% പേരെ മിസ് ചെയ്യും. 5% എന്ന് പറഞ്ഞാൽ 100 പേരാണ്. 100 പേരെ യഥാർത്ഥത്തിൽ രോഗാണുബാധയുള്ള 100 പേരെ മിസ് ചെയ്ത് എന്തായിട്ട് റിപ്പോർട്ട് ചെയ്യും? നെഗറ്റീവ് എന്ന് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവിടെ 1900 പേരെ യഥാർത്ഥ പോസിറ്റീവാണ്, അവരെ പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്കിവിടെ മൊത്തം പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടുന്നത് 1900-ഉം 400-ഉം. 400 തെറ്റായിട്ടാണ്. അപ്പോൾ 2300 പേരെ പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്തു. അതിൽ 400 പേര് യഥാർത്ഥത്തിൽ പോസിറ്റീവ് അല്ല. അപ്പോൾ അതിൻ്റെ ശതമാനം കണക്കാക്കുകയാണെങ്കിൽ 17.4% വരും. അപ്പോൾ നമുക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയവരിൽ 17.4% പേര് യഥാർത്ഥത്തിൽ പോസിറ്റീവ് അല്ല. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ പോസിറ്റീവ് ആയവർക്ക് കൺഫർമേഷന് വേണ്ടി PCR-ലേക്ക് പോകാം. PCR-ലേക്ക് പോയാൽ നമുക്ക് ഇവരെ കൂടി വേർതിരിക്കാം എന്ന് കരുതാം. അപ്പോൾ ഒരു PCR ചെയ്യേണ്ട ആവശ്യകത ഉണ്ടാകുന്നു അവിടെ. റൈറ്റ്. ഇനി നമ്മൾ നെഗറ്റീവായി റിപ്പോർട്ട് ചെയ്തവരുടെ കാര്യത്തിലേക്കും വരാം. നെഗറ്റീവായി റിപ്പോർട്ട് ചെയ്തവർ എങ്ങനെയാണ്? 7600 പേര് ട്രൂ നെഗറ്റീവാണ്, പക്ഷേ ഫോൾസ് നെഗറ്റീവ് ഉണ്ട് 100 പേര്. അപ്പോൾ അതിൻ്റെ ശതമാനം കണക്കാക്കുമ്പോൾ ഏതാണ്ട് 1.2% വരും. 1.2% പേര് ഫോൾസ് നെഗറ്റീവാണ്. അവിടെ അവർക്ക് രോഗമുണ്ട്, രോഗമില്ല എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഒരു ആൻറ്റിബോഡി ടെസ്റ്റിൽ നെഗറ്റീവ് ആണെങ്കിലും ക്വാറന്റൈനിൽ തുടരേണ്ടവർ തുടരണം എന്ന് പറയുന്നത്. അതായത് അവരൊരു ഹൈ റിസ്ക് ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളവരാണെങ്കിൽ, ഹൈ റിസ്ക് എക്സ്പോഷർ സംഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം? ആൻറ്റിബോഡി ടെസ്റ്റിൽ നെഗറ്റീവ് ആയാൽ കാര്യമില്ല, ക്വാറന്റൈനിൽ തുടരണം. ഇവർ കോണ്ടാക്ട് ലിസ്റ്റിൽ, ഏതെങ്കിലും രോഗിയുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ വന്നതാണെങ്കിൽ എന്ത് ചെയ്യണം? ഇത് തുടരേണ്ടതാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മൾ വിട്ടുപോകുന്ന കുറച്ചു പേര് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് മറ്റു പലരിലേക്കും രോഗം പകരാൻ കാരണമാകും. അപ്പോൾ ആ കാര്യം മനസ്സിലായി കാണും. ഇനി നമുക്ക് മറ്റൊരു ഷെനേറിയോ സങ്കല്പിക്കാം. അതായത് രോഗികളുടെ എണ്ണം കുറവാണ്, 2% ഉള്ളൂ നമ്മുടെ ഗ്രൂപ്പിൽ രോഗാണുബാധയുള്ളവർ. അതായത് 200 പേരേ ഉള്ളൂ 10,000-ൽ. 9800 പേർക്ക് രോഗാണുബാധ ഇല്ല. അവിടെ എങ്ങനെയാണ് ഈ ടെസ്റ്റ് റിസൾട്ട് തരുന്നത് എന്ന് പരിശോധിക്കാം. അപ്പോൾ രോഗാണുബാധയില്ലാത്ത 9800 പേർ, അതിൽ 5% പേരെ രോഗാണുബാധ ഉള്ളതായി തെറ്റായി റിപ്പോർട്ട് ചെയ്യും. 9800-ന്റെ 5% എന്ന് പറഞ്ഞാൽ 490 അപ്പോൾ 490 പേരെ തെറ്റായി രോഗാണുബാധയുള്ളവരെന്ന് ഈ ടെസ്റ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടും. ഇനി ബാക്കിയുള്ള 9210 പേരെ രോഗാണുബാധയില്ലാത്തവരെന്ന് ശരിയായി റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവിടുത്തെ ട്രൂ നെഗറ്റീവ് 9210. ഇനി നമുക്ക് രോഗാണുബാധയുള്ള 200 പേരിലേക്ക് വരാം. അവിടെയും 5% മിസ് ചെയ്യും. 5% മിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 200-ന്റെ 5% 10 പേരെ രോഗാണുബാധയുള്ളവരാണ്, അവരെ ഇല്ലാത്തവരെന്ന് ഐഡന്റിഫൈ ചെയ്യും. ബാക്കി 190 പേരെ ശരിയായി രോഗാണുബാധയുള്ളവരായി ഐഡന്റിഫൈ ചെയ്യും. അപ്പം നമുക്ക് നോക്കാം, നമുക്ക് 490 പേരെ യഥാർത്ഥത്തിൽ ഇല്ലാത്തവരെയാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. 190 പേർക്ക് യഥാർത്ഥത്തിൽ രോഗമുള്ളവരെ ഈ ടെസ്റ്റിലൂടെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ രോഗാണുബാധ ഉള്ളവരെന്ന് പറഞ്ഞിരിക്കുന്ന മൊത്തം 680 പേരുണ്ടാകും. അതിൽ 490 പേർക്കും രോഗാണുബാധ ഇല്ല. അതിലെ 72% രോഗബാധ ഇല്ലാത്തവരാണ് പോസിറ്റീവ് എന്ന് കരുതിയത്. അപ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഇവിടെ രോഗികളുടെ എണ്ണം താരതമ്യേന കുറഞ്ഞിരിക്കുമ്പോൾ ഈ ടെസ്റ്റ് എന്ത് ചെയ്യും? ഒരുപാട് പേരെ വെറുതെ പോസിറ്റീവ് എന്ന് നമുക്ക് റിസൾട്ട് തരും. അതാണ് ഈ ആൻറ്റിബോഡി ടെസ്റ്റിൻ്റെ, ഈ ടെസ്റ്റിൻ്റെ 95% സ്പെസിഫിസിറ്റിയും 95% സെൻസിറ്റിവിറ്റിയുമുള്ള ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ വരുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഈ ടെസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല? വ്യാപകമായി ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് വരുന്നതിൽ 2% പോസിറ്റിവിറ്റി എന്ന് പറയുന്നു. 2%-ൽ താഴെയാണ് എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളവരുടെ ഇടയിൽ തന്നെ 2% താഴെ മാത്രമേ രോഗാണുബാധയുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ടെസ്റ്റ് ഇതിനെ വ്യാപകമായി ഉപയോഗിച്ചാൽ എന്തുവരും? അതിലും താഴെയാണ് രോഗാണുബാധയുള്ളവർ. അപ്പോൾ എന്താ ഉണ്ടാകുക? ഈ 72 നിന്ന് പിന്നെയും കൂടും. 80, 85, 90% പേര് പോസിറ്റീവായി വരുന്നവരിൽ രോഗാണുബാധ ഉണ്ടാവില്ല. അപ്പോൾ അതിന്റെ ഫലം എന്താണ്? ആരാണ് ഇതിൽ നെഗറ്റീവ് എന്ന് അറിഞ്ഞുകൂടാ. നമ്മളിത് കൺഫേം ചെയ്യാനായിട്ട് പോകണം. കൺഫേം ചെയ്യാൻ PCR ഉപയോഗിക്കണം. അപ്പോൾ എന്ത് വരികയാണ്? നമ്മൾ ഒരുപാട് PCR അവിടെയും ചിലവാക്കേണ്ടി വരും. എങ്കിലേ ഇതിനെ എന്തെങ്കിലും മീനിങ് ഫുൾ ആവുള്ളൂ. അപ്പോൾ തൽഫലമായിട്ട് ഈ റിസൾട്ട് മീനിങ് ഫുൾ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് ഈ ടെസ്റ്റ് എവിടെയേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ? എക്സ്പോഷർ ഉണ്ടെന്ന് സംശയിക്കുന്ന ഹൈ റിസ്ക് ഗ്രൂപ്പിൽ, ഹൈ റിസ്ക് ഏരിയയിൽ നിന്ന്, റെഡ് സോണിൽ നിന്നൊക്കെ വരുന്നവരിൽ മാത്രം ഇത് ഉപയോഗിച്ചത് കൊണ്ട് പ്രയോജനമുള്ളൂ. വ്യാപകമായി ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്തതുകൊണ്ട് പ്രയോജനം ഇല്ല എന്നാണ് അർത്ഥം. ഇനി ഐഡിയലായിട്ട് ഇതിൻ്റെ സെൻസിറ്റിവിറ്റിയും സ്പെസിഫിസിറ്റിയും വർദ്ധിപ്പിക്കണം. 98% ആക്കിയെന്ന് കരുതുക രണ്ടിനും. 98% ഒക്കെ കഴിഞ്ഞ് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 98 നിന്ന് സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ സ്പെസിഫിസിറ്റി കുറയും. അപ്പോൾ ഈ ടെസ്റ്റുകൾ വീണ്ടും അവതാളത്തിലാവും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സ്പെസിഫിസിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ സെൻസിറ്റിവിറ്റി അല്പം താഴും. അപ്പോൾ എന്തുണ്ടാവും? ഇത് പല കേസും മിസ് ചെയ്തു പോകും. അതാണ് മറ്റൊരു പ്രശ്നം. ഐഡിയലായിട്ട് 100% ആയാൽ വളരെ ഉപകാരപ്രദം. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആൻറ്റിബോഡി ടെസ്റ്റ് വൈഡായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തത്. ഇനി 98% ആകുന്നതിൻ്റെ കണക്കുകൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കാം. ഇതേ ഗ്രൂപ്പിനെ വെച്ചിട്ട് 10,000 പേരാണുള്ളത്. നമുക്ക് 8,000, 2,000 എന്നുള്ള ആദ്യത്തെ കേസ് എടുക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. 2% മിസ് ചെയ്യുന്നുള്ളൂ. 2% മിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 160 പേരെയാണ് നെഗറ്റീവായിട്ട് വരേണ്ട. 160 പേരെ തെറ്റായി പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ബാക്കി 7,840 പേരെ ശരിയായി നെഗറ്റീവ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, ഇനി രോഗാണുബാധയുള്ള 2,000 പേരിലേക്ക് വരാം. അവിടെ എന്ത് വരുന്നു? അവിടെയും 2% പേരെ ആണ് മിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര പേരെ മിസ് ചെയ്യും? 40 പേരെ മിസ് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ളവരെ 1,960 പേരെ ശരിയായി രോഗാണുബാധയുള്ളവരെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്കവിടെ തെറ്റായി രോഗാണുബാധയുള്ളവരെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നവരുടെ ശതമാനം എടുത്താൽ ഒരു 7.5% വരുള്ളൂ. കാരണം 2,120 പേരെയാണ് മൊത്തം പോസിറ്റീവ് എന്ന് പറഞ്ഞത്. അതിൽ 160 പേരെയാണ് തെറ്റായി ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 7.5% പേരാണ് വരിക. ഇനി നമ്മൾ മറ്റൊരു കേസ് കൺസിഡർ ചെയ്യുന്നു. രോഗികളുടെ എണ്ണം കുറവാണ്, രോഗാണുബാധയുള്ളവരുടെ എണ്ണം കുറവാണ്, 2% ഉള്ളൂ, 200 പേരെ വരുള്ളൂ. അപ്പോൾ 9,800 പേരെന്താണ്? രോഗാണുബാധ ഇല്ലാത്തവരാണ്. അവരിൽ എങ്ങനെ വരും? അവരിൽ 2% പേരെ തെറ്റായി രോഗാണുബാധയുള്ളവരെന്ന് പറയുന്നു 196 പേര്. ബാക്കി 9,604 പേര് രോഗാണുബാധ ഇല്ലാത്തവരെ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി 200 പേരിലേക്ക് വരാം. അതിൽ 2% പേരെ മിസ് ചെയ്യും എന്ന് പറഞ്ഞാൽ രോഗാണുബാധയുള്ളവരാണ്, ഇല്ലാത്തവരെന്ന് തെറ്റായി ഐഡന്റിഫൈ ചെയ്യും 4 പേര്. ബാക്കി 196 പേരെ എന്ത് ചെയ്യും? യഥാർത്ഥത്തിൽ രോഗാണുബാധയുണ്ട്, അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യും. അത് നമുക്കൊന്ന് നോക്കാം. എത്ര വരും? 196 ട്രൂ പോസിറ്റീവും ഫാൾസ് പോസിറ്റീവും 196. അപ്പോൾ എത്ര വരും? 50% പേരെ എന്താണ്? തെറ്റായിട്ടാണ് രോഗബാധയുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പോസിറ്റീവായ കേസുകളിൽ 50% പേരെ യഥാർത്ഥത്തിൽ പോസിറ്റീവായിട്ടുണ്ടാവും. അപ്പോഴും ഈ ടെസ്റ്റിന്റെ പ്രയോജനം വളരെ കുറവാണെന്ന് കാണാം. എവിടെ? രോഗികളുടെ എണ്ണം കുറയുമ്പോൾ 98% വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എഫിഷ്യൻസി ഏതൊക്കെ? സെൻസിറ്റിവിറ്റിയും സ്പെസിഫിസിറ്റിയും ഉള്ള ടെസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെയും എന്താണ് വരുന്നത്? നമുക്ക് പോസിറ്റീവ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കേസിൽ 50% പേര് യഥാർത്ഥത്തിൽ നെഗറ്റീവാണ്. അതിൻ്റെ അർത്ഥം ഈ ആൻറ്റിബോഡി ടെസ്റ്റ് നമുക്ക് എവിടെ ഉപയോഗിക്കാൻ കഴിയില്ല? വ്യാപകമായി ജനങ്ങളുടെ ഇടയിൽ ഉപയോഗിക്കാൻ കഴിയില്ല. വളരെ റിസ്കി ആയിട്ടുള്ള ഗ്രൂപ്പ്, എക്സ്പോഷർ സംശയിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ ഉപയോഗിക്കാം. രോഗികളുമായി സമ്പർക്കത്തിൽ വരുന്നവരെ ഉപയോഗിക്കാം. പിന്നെ പോലീസുകാർ, നിരന്തരമായി ഇവരുമായി സംസർഗത്തിൽ വരുന്നവർ, എയർപോർട്ടിലെ ജീവനക്കാർ, വിദേശത്ത് നിന്ന് എത്തുന്നവർ,
ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് എത്തുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരിലെ ഈ ആൻറ്റിബോഡി ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാത്തത് അത് ദുർവ്യയമാണ്. അതുകൊണ്ട് നമുക്ക് മീനിങ് ഫുള്ളായ റിസൾട്ടൊന്നും കിട്ടുന്നില്ല. ഈ പോസിറ്റീവ് കിട്ടുന്നവരെയൊക്കെ വീണ്ടും പരിശോധിക്കേണ്ടി വരുന്നു, PCR ഉപയോഗിക്കേണ്ടി വരുന്നു. അത് വേണ്ടി വരും, കൺഫേം ചെയ്യാൻ PCR ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പോൾ എന്ത് വരുന്നു, ആ നമ്പർ വളരെയധികം കൂടുന്നു. ഈ റിസോഴ്സസ് വെറുതെ വേസ്റ്റാക്കി കളയുന്നതിന് തുല്യമാണ്. അതാണ് ആൻറ്റിബോഡി ടെസ്റ്റ് വ്യാപകമായി ചെയ്യാത്തത്. ഇപ്പോൾ തന്നെ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് ആൻറ്റിബോഡി ടെസ്റ്റ് പോരാ, ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യണം എന്ന് ആവശ്യമുയർന്നു. ആൻറ്റിജൻ ടെസ്റ്റിന് വേണ്ടി കേരളത്തിൽ ശ്രമിക്കുന്നു. ആരോഗ്യ പ്രവർത്തകരെ ആൻറ്റിജൻ ടെസ്റ്റിനാണ് വിധേയമാക്കാൻ പോകുന്നത് എന്നും വാർത്തകളുണ്ട്. അതാണ് ഈ ആൻറ്റിബോഡി ടെസ്റ്റിൻ്റെ ഒരു കഥ. ഇത് ആൻറ്റിബോഡി ടെസ്റ്റിൻ്റെ കാര്യത്തിൽ വിശദീകരിച്ചു എന്നേ ഉള്ളൂ. ഏത് ടെസ്റ്റിനും എന്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ റിസൾട്ടിനെ മനസ്സിലാക്കുകയും ഇൻ്റർപ്രറ്റ് ചെയ്യുകയും വേണം. അതിനെക്കുറിച്ച് അറിയാവുന്ന, അതിൻ്റെ കോണ്ടെക്സ്റ്റ് അറിയാവുന്ന, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അറിയാവുന്നവർ ചെയ്യണം. അപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്ക് ആ പരിശീലനം ഉണ്ട്. പൊതുജനാരോഗ്യ പ്രവർത്തകർക്ക് അതിൻ്റെ ശരിയായ പരിശീലനം ഉണ്ട്. ഒരു പ്രാക്ടീസിങ് ഡോക്ടർക്ക് ഇത്രയധികം പരിശീലനം അവർക്കും ഉണ്ട്, തീർച്ചയായും അവരുടെ പഠനത്തിൽ പരിശീലനം കിട്ടുന്നതാണ്. പക്ഷെ പൊതുജനാരോഗ്യ പ്രവർത്തകർക്ക് ഇതിൽ ഡീറ്റെയിൽഡ് ആയ പരിശീലനമുണ്ട്. അതാണ്. ഇനി മറ്റ് ടെസ്റ്റുകൾ ആയിക്കോട്ടെ, നമ്മുടെ മെഡിക്കൽ ടെസ്റ്റുകളൊക്കെ കോണ്ടെക്സ്റ്റുവലായിട്ട് അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ അതിനെ അനലൈസ് ചെയ്താലേ പറ്റൂ. ഇപ്പോൾ ആൻറ്റിബോഡി ടെസ്റ്റ് ഞാൻ പറഞ്ഞു, ആൻറ്റിബോഡി ടെസ്റ്റ് രോഗാണുബാധയുടെ തുടക്കത്തിൽ നെഗറ്റീവ് എന്നേ കിട്ടുള്ളൂ. അതുകൊണ്ട് രോഗി നെഗറ്റീവ് ആയെന്ന് അർത്ഥം ഉണ്ടാകണമെന്നില്ല. അതുപോലെ രോഗം വന്ന് മാറിയ ഒരാൾക്ക്, ചെറിയ രോഗം വന്ന് മാറിയ ഒരാൾക്കും എന്ത് വരാം, ആൻറ്റിബോഡി ടെസ്റ്റ് പോസിറ്റീവ് എന്ന് കിട്ടാം. അപ്പോൾ അതിൻ്റെ അർത്ഥം രോഗമുണ്ടെന്നല്ല. അപ്പോൾ ഈ രോഗിയുടെ ഹിസ്റ്ററി ക്ലിനിക്കലായിട്ട് പരിശോധിക്കുന്ന ഒരു ഡോക്ടർക്ക് അറിയാം ഇദ്ദേഹത്തിൻ്റെ രോഗം വന്ന് പോയതാണോ എന്ന് പറയാൻ കഴിയും. അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്ത് ചെയ്താൽ മതി, നിരീക്ഷണത്തിൽ വെച്ചാൽ മതി എന്ന് ഡോക്ടർക്ക് തീരുമാനിക്കാൻ കഴിയും. അതാണ് ടെസ്റ്റ്. നമുക്ക് ഒരു ലേമാന് ഒരു ടെസ്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് ഒരു ടെസ്റ്റിന്റെ വാല്യൂ കിട്ടിയിട്ട് പെട്ടെന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, ബൈ.